പുതിയ ജനറേഷൻ നല്ല എഡ്യൂക്കേറ്റഡ് ആയി വന്നതോടുകൂടി അവര് ഭയങ്കര, അതായത് ഒരു 4 T എപ്പോഴും അവർ പരിപാലിക്കാൻ നോക്കുന്നുണ്ട്. അതെ, എന്തൊക്കെയാണ്? ഒന്ന് ഒരു ട്രസ്റ്റ് ആണ്. അതായത് അവരെ എല്ലാവരുമായിട്ട് ഒരു ട്രസ്റ്റ് കീപ്പ് ചെയ്യാനായിട്ട് അവർക്ക് ഭയങ്കര ഒരു താല്പര്യമുണ്ട്. 2, ട്രാൻസ്പെറൻസിക്ക് അവർ കൂടുതലൊരു ഇമ്പോർട്ടൻസ് നൽകുന്നുണ്ട്. ട്രാൻസ്പെറൻസി ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എംപ്ലോയി ആയിട്ടും കസ്റ്റമേഴ്സ് ആയിട്ടും സ്റ്റേക്ക് ഹോൾഡേഴ്സ് ഒക്കെ ആയിട്ട് ടാറ്റ ഗ്രൂപ്പിന്റെ ഗ്രോത്ത് എന്ന് പറയുന്നത് ട്രാൻസ്പെറൻസിയാണ്. അതെ, തീർച്ചയായും. മൂന്നാമത്തേത് ടീം വർക്കാണ്. അതെ. അപ്പൊ ഈ ആദ്യത്തെ 2 കാര്യങ്ങൾ വരുമ്പോ ടീം വർക്ക് എൻഷുർഡ് ആയി. 4ാമത്തെ T എന്ന് പറയുന്ന ടെക്നോളജിയാണ്. ട്രസ്റ്റ് ഉണ്ടെങ്കിൽ തന്നെ ശരിക്കും ടീം ആയി. അതെ. അപ്പൊ ട്രസ്റ്റ്, ട്രാൻസ്പെറൻസി, ടീം വർക്ക്, ടെക്നോളജി. ഇത് ഉൾക്കൊള്ളാനായിട്ട് പുതിയ തലമുറയും അതുപോലെ തന്നെ പഴയ തലമുറയിൽ അലൈൻ ചെയ്തു വന്നിരിക്കുന്ന പുതിയ തലമുറയും കൂടെ വരുമ്പോ ഒരു ഭയങ്കരമായിട്ട്, ഞാൻ പറയുന്നത് ഒരു ഗ്രോത്ത് മൊമെന്റം. അതായത് പ്രോഫിറ്റിന് വേണ്ടിയിട്ടല്ല, പ്രോഫിറ്റോട് കൂടി അവർ വെൽത്ത് ക്രിയേഷനാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്.